അതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് സ്റ്റൈലുണ്ട്. രഘുനാഥ് പലേരിയുടെ സ്ക്രിപ്റ്റ് ആയിരുന്നു അത്. ശരിക്കും പുള്ളിയുടെ പല തരത്തിലുള്ള സ്ക്രിപ്റ്റുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹ്യൂമറും ഭയങ്കര രസമായിട്ട് കൈകാര്യം ചെയ്യും. ഹ്യൂമറിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങളിൽ ഒന്നായിട്ട് ഞാൻ സെലക്ട് ചെയ്യുന്ന പടമാണ് മേലെ. അപ്പൊ എന്നോട് പലരും പറയുന്നുണ്ട്, ഇപ്പോഴും ഞാൻ ചെറിയ വേഷമാണ് ശരിക്കും പോലെ, എന്നോട് പലരും പറയുമ്പം പ്രത്യേകിച്ച് ഇപ്പം എടുത്തെടുത്ത് പറയുന്നുണ്ട് ഈ ക്യാരക്ടറിനെ പറ്റി. എനിക്കൊന്ന് ഇങ്ങനെ ഏറ്റവും നല്ല സിനിമ ഏതാണെന്ന് തോന്നുന്നു ഈ രാജസേനന്റെ. ഷാജി കലാസ്, രഞ്ജി പണിക്കർ ടീമിന്റെ ഒരു കാലം, ജോഷി സാറിൻ്റെമായിട്ടുള്ളൊരു സൗഹൃദം, ഇതൊക്കെ ഒരു സിനിമയിൽ കുറേ നല്ല വേഷങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിച്ചിട്ടുണ്ട്. ഷാജി രഞ്ജി പണിക്കർ അവരുടെ ഷാജിയുടെ ഫസ്റ്റ് ഫിലിമിൽ ഞാനുണ്ട്. ന്യൂസ് എന്ന് പറഞ്ഞ സിനിമയാണ് ഷാജി. അന്ന് എന്നെ വിളിച്ചിരുന്നു. അത് മുതൽ ഞാനുണ്ട്. അത് കഴിഞ്ഞ് മറ്റേ സ്ഥലത്തെ പ്രധാന വയൻസ് തലസ്ഥാനം. ഈ അതെ തലസ്ഥാനം തോന്നുന്നു വേറൊരാളെ എഴുതാൻ വന്നതാണ്. എഴുതാൻ വന്നാൽ എന്തോ ശരിയാകാതെ വന്നിട്ട് അങ്ങനെയാണ് രഞ്ജി പണിക്കർ വരുന്നത്. അപ്പൊ രഞ്ജി വന്നപ്പോൾ രഞ്ജി അതിന് മുമ്പ് എൻ്റെ ഫ്രണ്ടാണ്. ഷാജിക്ക് മുൻപേ എൻ്റെ സുഹൃത്താണ് രഞ്ജി പത്രപ്രവർത്തകനായിരുന്നു മാതൃഭൂമിയിൽ. അച്ഛനെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്നിട്ടുണ്ട്, അങ്ങനെ എനിക്കറിയാം. അല്ലാതെ ഞാൻ പലരും മുമ്പ് മമ്മൂട്ടിക്കൊരു ഇതുണ്ടായിരുന്നു, സുറുമി എന്ന് മറ്റേ പറഞ്ഞൊരു കാസറ്റ്, പണ്ട് കാസറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ പരിപാടി ഉണ്ടായിരുന്നു. അങ്ങനെ അന്ന് മുതൽ എനിക്കറിയാം. ഇപ്പൊ രഞ്ജി വന്നപ്പോൾ കുറച്ചുകൂടി സ്വാതന്ത്ര്യമായി. ആ സ്വാതന്ത്ര്യം കാരണമാണ് ഞാൻ ചേറാടിക്കറി എനിക്ക് അഭിനയിക്കാൻ പറ്റിയത്. അതെനിക്ക് വേറൊരു വേഷമാണ്. അപ്പം ഞാൻ അത് വേണ്ട, എനിക്ക് വേറെ എന്നൊക്കെ പറയാലോ, എനിക്കത് വേണ്ട, ഇത് വേണമെന്ന് പറയുന്ന അത്രയ്ക്കുള്ള സൗഹൃദമുണ്ട്. പിന്നെ രഞ്ജിയുടെ ആ പടത്തിൽ അഭിനയിച്ച പിന്നെ എനിക്കൊരു കോൺഫിഡൻസ് കൂടി ആസ് എൻ ആക്ടർ.